അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലം കോഴിക്കോട് ജില്ലയിൽ നിന്ന് പരിചയത്തിലുള്ള ഒരു കുടുംബം തിരുവനന്തപുരത്ത് താൽക്കാലിക താമസത്തിനെത്തി. മാതാപിതാക്കളും 2 പെൺമക്കളും അടങ്ങുന്ന ഒരു അണുകുടുംബം. മാതാവും പിതാവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. കോഴിക്കോട് അവർക്ക് സ്വന്തമായി 2 നില വീടുണ്ട്. ബന്ധുക്കളും സ്നേഹിതരുമെല്ലാം അവിടെയാണ്. പിന്നെ എന്തിനാണ് ഇവർ വളരെ പ്രയാസം അനുഭവിച്ച് വലിയ വാടക നൽകി കുറഞ്ഞ സൗകര്യം മാത്രമുള്ള ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്? അവരുടെ മൂത്ത മകളുടെ ഡിഗ്രി എക്സാമിന് പഠിക്കാനും സ്വസ്ഥമായി പരീക്ഷ എഴുതാനും വേണ്ടിയാണ് അവർ ഈ ത്യാഗം സഹിക്കുന്നത്. അതെ, 1-2 മാസം മകൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. മകളുടെ സന്തോഷത്തിനായി മാതാപിതാക്കളും കുഞ്ഞനുജത്തിയും താൽക്കാലിക സുഖസന്തോഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ത്യാഗം സഹിക്കുകയാണ്. ഭാവിയിൽ ഈ നൈമിഷിക ലോകത്ത് ലഭിക്കാനിരിക്കുന്ന ഉന്നത വിജയവും ജോലിയും സമ്പന്നതയും സന്തോഷവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരും ഇവരെപ്പോലെ നാം എല്ലാവരും പലതരത്തിലുള്ള ത്യാഗങ്ങൾ സഹിക്കുന്നത്. ഈ ലോകത്ത് പ്രയോജനം ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ ഏത് പാതിരാവിലും എഴുന്നേൽക്കാൻ നാം എല്ലാവരും തയ്യാറാണ്. ഏത് നാട്ടിൽ പോകാനും കുറഞ്ഞ സൗകര്യങ്ങൾ ജീവിക്കാനും ഉറക്കമിളക്കാനും നമുക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. ഈ ഭൗതിക ലോകത്ത് നല്ല ഭാവിക്കായി എന്തും സഹിക്കാനും ത്യജിക്കാനും തയ്യാറുള്ള മനുഷ്യപ്രകൃതിയോട് അള്ളാഹു പറയുന്നു, وَمَن يَعْمَلْ مِنَ الصَّالِحَاتِ مِن ذَكَرٍ أَوْ أُنثَىٰ وَهُوَ مُؤْمِنٌ فَأُولَٰئِكَ يَدْخُلُونَ الْجَنَّةَ وَلَا يُظْلَمُونَ نَقِيرًا. സൽക്കർമ്മം അനുഷ്ഠിക്കുന്നത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ സത്യവിശ്വാസിയാണെങ്കിൽ അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവർ അളവ് പോലും അനീതി ചെയ്യപ്പെടുകയില്ല. അൻ-നിസാ 124. ഇത് രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പരലോകത്തെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നാം എത്ര ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നാം എന്ത് പ്രയാസം സഹിക്കുന്നുണ്ട്, നാം എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ പോരായ്മകൾ നികത്താൻ സ്വർഗത്തിനായി കൂടുതൽ തയ്യാറാകാനും ത്യജിക്കാനും സഹിക്കാനുമുള്ള മാസമായിട്ടാണ് റമദാനെ നാം വിലമതിക്കേണ്ടത്. ഈ റമദാൻ നമ്മുടെ സ്വർഗത്തിനായി നമുക്ക് ഒരുക്കിയെടുക്കാം. തുടർന്നു പോരുന്ന ശീലങ്ങൾ, നമ്മുടെ പരിസരങ്ങൾ, ഒഴിവ് സമയങ്ങൾ നമുക്ക് നന്മയിൽ തടസ്സമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം. റമദാനിലെ ഇബാദത്തുകൾക്ക് ഏറെ പ്രതിഫലമാണുള്ളത്. നിത്യവും ചെയ്യുന്ന നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ നാം ശ്രദ്ധിക്കണം. 1-ന് 27 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ കണിശതയോടെ ശീലമാക്കാം. ഓരോ സുന്നത്തിനും ഫർളിന്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. രാത്രിയിൽ തറാവിഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാം. മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അതിലൂടെ പൊറുക്കപ്പെടുകയായി. അത്തായ സമയത്തെ ഭക്ഷണം ജീവിത ഐശ്വര്യം നേടിത്തരുന്നു. അത്തായ സമയത്തെ തഹജ്ജുദിലൂടെ സ്വർഗത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങളാണ് ലഭിക്കുന്നത്. സുബ്ഹിക്ക് ശേഷമുള്ള ദിക്റുകൾ ഈമാന് കരുത്തേകുന്നു. ഖുർആൻ പാരായണത്തിലൂടെ ഹൃദയത്തിന് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നു. ഖുർആനിലെ ഓരോ അക്ഷരം പാരായണം ചെയ്യുമ്പോഴും ചുരുങ്ങിയത് 10 പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. റമദാനിലെ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുകയും റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്നതുമാണ്. കുടുംബത്തിനും മറ്റുള്ളവർക്കും നോമ്പ് തുറ നടത്തുന്നതിലൂടെ അവർ ഓരോരുത്തരുടെയും മുഴുവൻ നന്മകളുടെയും പ്രതിഫലങ്ങൾ അവർക്കൊട്ടും കുറയാതെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ദാനധർമ്മങ്ങൾക്ക് ഓരോന്നിനും 700 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. അവസാനത്തെ 10 രാത്രികൾ പള്ളികളിലെ ഇഅ്തികാഫും ഇബാദത്തും കൊണ്ട് സജീവമാക്കിയാൽ 83 വർഷം പൂർണ്ണമായും ഇബാദത്തിലായ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. ഒപ്പം മാലാകമാരുടെ സലാമും സാമീപ്യവും ലഭിക്കുന്നു. സഹോദരങ്ങളെ, വിശ്വാസികളെ, ഓരോ റമദാൻ വരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഫല വാഗ്ദാനങ്ങളും പുണ്യങ്ങളും നാം കേൾക്കാറുള്ളവരാണ്. പക്ഷേ നാം തുടർന്നു വരുന്ന ശീലങ്ങൾ ഒഴിവാക്കാനോ ദൃഢനിശ്ചയത്തോടെ കർമ്മങ്ങൾ തുടക്കം കുറിക്കാനോ നാം തയ്യാറാകാറില്ല. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനതയും അള്ളാഹു മാറ്റുകയില്ല, അവരുടെ ചെയ്തികൾ അവർ സ്വയം മാറ്റം വരുത്തുന്നത് വരെ. ഒരു കവി പറഞ്ഞ നിർദ്ദേശം ഈ അവസരത്തിൽ ഏറെ പ്രസക്തമാണ്.
ഖദ് കുന്ത മൈതൻ ഫസിർതു ഹയ്യാ യബ്ന ബിദാരിൽ ബഖാഇ ബൈതാ. മനുഷ്യ, നീ വെറും ശവമായിരുന്നു, പിന്നെ നീ ജീവിച്ചു. ഈ ജീവിതം ശേഷിപ്പിന്റെ നാളിൽ ഒരു വീട് പണിയാൻ പ്രയോജനപ്പെടുത്തുക. ഈ റമദാൻ സ്വർഗത്തിലേക്കുള്ള വിഭവ സമാഹരണത്തിനായി അരയും തലയും മുറുക്കി നമുക്കൊരുങ്ങാം. നാഥൻ തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.